ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു നാടൻ ബീഫ് റോസ്റ്റ് ആയാലോ? അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വരാം. 500 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പ്രഷർ കുക്കർ യൂസ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 4 വിസിൽ വേണ്ടി വന്നു ഈ ബീഫ് കുക്കാവാനായിട്ട്. ഞാൻ വെള്ളം ആഡ് ചെയ്യാതെയാണ് കുക്ക് ചെയ്തെടുത്തത്. ബീഫിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി കുക്കായി കിട്ടി. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതിനുശേഷം ഒരു 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുകൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറണം. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ബീഫിലും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് മാത്രമേ ഉപ്പിട്ട് കൊടുത്താൽ മതി. അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാളയുടെയൊക്കെ കളറൊന്ന് മാറി ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് 2 പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയുടെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. അതുകൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് സ്റ്റോക്കോട് കൂടി തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബീഫ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ബീഫിൻ്റെ കളറൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ബീഫെല്ലാം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ലാസ്റ്റായിട്ട് ഇതിലേക്ക് അല്പം കൂടി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബീഫിൻ്റെ കളറൊക്കെ മാറി നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ബീഫ് റോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ചപ്പാത്തി പൊറോട്ടയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്ന് പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.